പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗതാഗത ക്രമീകരണത്തിന്റെ ഭാഗമായി റോഡിൽ കെട്ടിയ വടം കഴുത്തിൽ കുടുങ്ങി യുവാവ് മരിച്ചു. കൊച്ചി രവിപുരത്തിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കെ ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ആരാണ് മരിച്ചത്? വടുതല സ്വദേശി മനോജ് ഉണ്ണി എന്ന യുവാവാണ് മരിച്ചത്. ഇയാൾക്ക് 30 വയസ്സായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ന് അദ്ദേഹത്തിന് കേരളത്തിൽ 2 പരിപാടികളുണ്ട്. ആലത്തൂരിലും തിരുവനന്തപുരത്തുമായി പ്രചാരണ പൊതുയോഗങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അതിന് പങ്കെടുക്കാനായി അദ്ദേഹം ഇന്നലെ രാത്രി കൊച്ചിയിലെത്തിയതായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി പിന്നീട് നാവികസേന വിമാനത്താവളത്തിലേക്ക് എത്തി. എറണാകുളം നഗരത്തിലാണ്. അവിടെ നിന്ന് അദ്ദേഹം താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് രാത്രി പോകുന്നുണ്ട്. അത് റോഡ് മാർഗമാണ് പോകുന്നത്. ആ റോഡ് മാർഗം പോകുന്നതിന്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നഗരത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായും വടം കെട്ടി തിരിച്ച് പല റോഡുകളും ബ്ലോക്ക് ചെയ്ത് ആ രീതിയിലാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ ഇന്നലെയും ഉണ്ടായി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി, ഗതാഗത ക്രമീകരണങ്ങളുടെ ഭാഗമായി അങ്ങനെ ഈ രവിപുരം എന്ന് പറയുന്ന ഭാഗത്തേക്ക്, എറണാകുളം പള്ളിമുക്കിൽ നിന്ന് രവിപുരം ഭാഗത്തേക്ക് പോകുന്ന ആ റോഡിൽ വടം കെട്ടി ആ റോഡ് ബ്ലോക്ക് ചെയ്തിരുന്നു. എന്നാൽ ഈ സമയം രാത്രി 10 മണിക്ക് ശേഷമാണിത്. 10 മണിക്ക് ശേഷം ഇതുവഴി വന്ന മനോജ് ഉണ്ണി, ആ മനോജ് ഉണ്ണിയെ പോലീസ് ആ ഭാഗത്ത് തടഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. കാരണം നിയന്ത്രണങ്ങളുടെ ഭാഗമായി പോലീസ് കൈ കാണിച്ചു. പക്ഷെ അത് നിർത്താതെ മനോജ് ഉണ്ണി തന്റെ സ്കൂട്ടർ മുന്നോട്ടെടുക്കുകയായിരുന്നു. ആ പോകുന്ന വഴിയിലാണ് ഇത്തരത്തിൽ വടം കഴുത്തിൽ തട്ടി വാഹനം മറിയുകയും ആ വടം കഴുത്തിൽ കുരുങ്ങി മനോജ് ഉണ്ണി മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ മൃതദേഹം പള്ളിമുക്കിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, കെ ഉമേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.